ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈന്തപ്പഴത്തിൻ്റെ കേക്കാണ്. ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഭയങ്കര ഈസിയാണ് തയ്യാറാക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബോക്സ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. മൈദ, ഇത് ഈന്തപ്പഴമാണ്. ഇതൊരു ബോക്സുണ്ട്, പക്ഷേ ഒരു ബോക്സ് നമുക്ക് ആവശ്യമില്ല. മൈദ എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്, 6 എഗ്ഗാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് 6 എഗ്ഗിൻ്റെ അളവിലുള്ള കേക്കാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ബേക്കിംഗ് സോഡ, ഓയിൽ, ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവിനെടുത്തുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദ, 1.25 ഗ്ലാസ് പഞ്ചസാര, ഒരു 1.25 ഗ്ലാസിൻ്റെ അടുത്ത് തന്നെ ഓയിലും വേണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഈ ഗ്ലാസ്സിൽ ഒരു 1.25 ഗ്ലാസ് ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സാണ് എടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡേറ്റ്സിന് ഉള്ളിൽ കുരുമില്ല, ഉള്ളിൽ ബദാമാണ്. അതുകൊണ്ടാണ് ഞാൻ കുരു കളയാണ് നേരിട്ട് തന്നെ ഇതിലേക്ക് ഇടുന്നത്. കുരുമില്ലാത്തതാണിത്, ഉള്ളിൽ ബദാമാണ്. ഇപ്പോൾ ഞാനിതൊരു 1.25 എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ ഏത് ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നത് കറക്റ്റ് അതിൻ്റെ അളവിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് 6 മുട്ടയാണ് എടുക്കേണ്ടത്. ഇതൊരു 6 മുട്ടയ്ക്കുള്ള കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു 3 മുട്ടയോ 4 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ്സിൽ എന്താണോ അളവ് എടുക്കുന്നത് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു 3 മുട്ടയ്ക്ക് 4 മുട്ടയ്ക്കൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ മൈദ എടുക്കുമ്പോൾ 2 ഗ്ലാസ് മൈദക്കും പകരം 1 ഗ്ലാസ് മൈദ എടുത്താൽ മതി. പഞ്ചസാര 1.25 പകരം 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്താൽ മതി. ഓയിൽ 3/4 എടുത്താൽ മതി. അങ്ങനെയൊക്കെ പകുതിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടിയ അളവിൽ സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ 6 മുട്ട പൊട്ടിച്ച ശേഷം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു 1.25 ഗ്ലാസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കാരക്ക ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം ബാക്കിയുള്ള അളവൊക്കെ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഷുഗർ ഒന്ന് അടിക്കാം. ശേഷം ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. ഓയിൽ എന്തായാലും ഒരു ഗ്ലാസും കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നാലേ കേക്കിനുള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1.25 അടുത്ത ഗ്ലാസ് ഞാൻ ഓയിലും കൂടി അടിച്ച് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതിപ്പോൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ഫ്ലഫി ആയിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയാണ് ചേർത്തത്, ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കൊരു വുഡൻ്റെ സ്പൂൺ കൊണ്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കണം. നമുക്ക് വുഡൻ സ്പൂൺ കൊണ്ട് മിക്സ് ആക്കാം. ഞാനിപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്, എന്നാലേക്ക് ഒന്ന് റാഹത്തിൽ മിക്സ് ആക്കി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. എല്ലാ ഭാഗവും കട്ടകളൊക്കെ മൈദൻ്റെ കട്ടകളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കൈ വാഷ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കാം. ഇത് ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഉള്ളിൽ കേക്ക് കഴിക്കുമ്പോൾ നല്ല കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അത് 3 കളറും ട്യൂട്ടി ഫ്രൂട്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കില്ലേ കുറച്ച് ബദാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ബദാമാണിത്.
ഇതാകുമ്പോൾ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ പിസ്ത സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒന്നും ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമില്ല. ജസ്റ്റ് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സ് മാത്രം ചേർത്താലും മതി. നട്ട്സോ അതെല്ലാം മുന്തിരി ഉണ്ടാവില്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ്, ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളത് കൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു പാത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വലിയ കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നതെന്നുള്ളത്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക പാത്രത്തിൻ്റെ. ഇത് ഏറ്റവും ചെറിയ സിമ്മിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇത് ഏറ്റവും ചെറിയ സിമ്മെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ ഏറ്റവും മുകളിലേക്കാക്കി ഏറ്റവും ചെറിയ സിമ്മ് വെക്കില്ലേ, അതിലാണ് വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഏറ്റവും ചെറുതിൽ വെച്ച് കൊടുക്കണം, അതല്ലെങ്കിൽ അടി പിടിക്കും. അടിയിൽ വേറെ പാനോ ഫ്രൈ പാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ സിമ്മിലായാൽ മാത്രം മതി, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ മുഴുവൻ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. ഇപ്പം ആ ബാറ്റർ കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ പുറത്തേക്ക് ആവി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോയിൽ വെച്ചിട്ടാണ് ഇത് മൂടുന്നത്. ഇത് ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ബദാമും കുറച്ച് പിസ്തയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് അണ്ടിയും മുന്തിരിയും മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അതൊന്നുകൂടി കാണാൻ ഭംഗിയും ഉണ്ടാവും, അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയാണ് വേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്. കണ്ടല്ലോ, മിക്സിയിൽ എല്ലാം കൂടി ഒരുമിച്ച് അടിച്ച് ജസ്റ്റ് ഒന്ന് മൈദട്ട് മിക്സ് ആക്കാൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റുമാണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ മസ്റ്റ് ട്രൈ, നിങ്ങൾ എന്തായാലും പിന്നെ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒരു 30 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷമാണ് ഇനിയിപ്പോൾ കാണിക്കുന്നത്. ഇതാ കേക്കൊക്കെ നല്ലോണം കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ചുറ്റിലും നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടി. ഇനി നമുക്ക് സ്ക്വയറിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഞാനിപ്പോൾ വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്, അതിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിലും കുത്തി നോക്കുന്നുണ്ട്. ചില സമയത്ത് സൈഡിൽ വെന്ത് കഴിഞ്ഞാലും നടുവിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നടുവിൽ ഒന്നും കൂടി കുത്തി നോക്കി ഞാൻ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് മുകൾ ഭാഗം കൂടി ഒന്ന് നെരിയിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കിയിട്ട് വളരെ ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി, 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് നെരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ ചൂടുള്ളത് കൊണ്ടാണ് ഒരു പ്ലേറ്റിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ, കറക്റ്റ് നല്ല പാകത്തിലുള്ള, അത്രയും ഭംഗിയോണ്ട് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല വലിയ കേക്കാണ്, വെയിറ്റും ഉണ്ട് ഇതിന്. 2 kg അടുത്തെങ്കിലും വെയിറ്റ് കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയും നല്ല വലിയ കേക്കാണ്. ഇത്ര വലിയ കേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ല, അത്ര വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് എല്ലാ അളവും പകുതിയിൽ എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിക്കോ അല്ലെങ്കിൽ രാവിലത്തെ ചായക്കോ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ ലഞ്ച് ബോക്സിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാനോ ഒക്കെ വെക്കാം. ഒരു 1-1.5 ആഴ്ചയൊക്കെ പുറത്ത് ബോക്സിലാക്കി കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ കുറേ ദിവസം നമുക്ക് വെക്കാൻ കഴിയും. ഇത് കേടൊന്നും ആവില്ല, അത്രയും ടേസ്റ്റാണ്. നമുക്കൊരു സൽക്കാരത്തിൽ കൊണ്ടുപോകാനോ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ല കേക്കാണത്. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി, ഫീഡ്ബാക്ക് പറയേണ്ടി. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അത്ര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. കണ്ടല്ലോ, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണിത് ഉണ്ടാവുക.